Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. What a privilege to be in the presence of God today. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് എത്ര വലിയ സൗഭാഗ്യമാണ്. I'm so happy to be with my family. എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. This is Jesus' family. ഇത് ജീസസ് ഫാമിലിയാകുന്നു. We all are part of one family because we are purchased by the same blood. നാമെല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാകുന്നു. എന്തുകൊണ്ടെന്നാൽ നാം കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. So it's a great joy for me to be with you today. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് അതുകൊണ്ട് വളരെ സന്തോഷവാനാണ് ഞാൻ. It's a great honor for me. ഇതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. And as one of the leaders of Indian Evangelical Team, I want to thank you for your prayers and your supports for the work of God in North India. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. As I always say, this is the day that the Lord has made and we will rejoice. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ആകയാൽ നാം ആനന്ദിച്ച് സന്തോഷിക്കുക. Don't look at your problems. നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്. Don't look at your enemies. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ നോക്കേണ്ട. Don't even look at your situation. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കേണ്ട. Jesus is going to give you victories and reasons to rejoice today. അതെ, കർത്താവ് നിങ്ങൾക്ക് ജയം നൽകുവാനും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. Believe and you will see the miracle of God. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാൻ പോകുകയാണ്. Today and this week is going to be the week of victories and celebrations in our life. അതെ, ഈ ആഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Today I want to share with you what God has put in my heart. അതെ, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. Next 30 minutes or so, I want you to give full attention. അടുത്ത അരമണിക്കൂർ സമയം നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഞാൻ ചോദിക്കുകയാണ്. Your life is not going to be the same ever again. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നുവോ അതായിരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Turn your Bible to 1 Corinthians chapter 16. 1 കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ 13 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. And we will just go to the first word. അതിന്റെ ആദ്യത്തെ വാക്ക് നാം ശ്രദ്ധിക്കും. Basically there are four things that Paul is asking us to do. അവിടെ 4 കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. Number 1, to be watchful. ഒന്നാമതായി പറയുന്നു ഉണർന്നിരിപ്പിൻ. Number 2, to stand fast in the faith. രണ്ടാമതായി പറയുന്നു വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. Number 3, he says to be brave. മൂന്നാമതായി പറയുന്നു പുരുഷത്വം കാണിപ്പിൻ. And then number 4, he says to be strong. നാലാമതായി പറയുന്നു ശക്തിപ്പെടുവിൻ. But you know, I don't have time to go into all these four, but today we are just going to look into the very first one. സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം 4 കാര്യങ്ങളും നമുക്ക് വിശദമായി പറയുവാനായിട്ട് സമയം അനുവദിക്കാത്തതിനാൽ അതിലെ ഒന്നാമത്തെ കാര്യം ഉണർന്നിരിപ്പിൻ എന്നുള്ള വാക്ക് മാത്രം നമുക്ക്. Paul is saying here to be watchful. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഉണർന്നിരിപ്പിൻ എന്ന്. You know, as Christians or as children of Jesus Christ or as the children of the living God and as the disciples of Jesus Christ, we need to be people who are always spiritually awake and watchful. അതെ, കർത്താവിൻ്റെ ശിഷ്യരായിരിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എപ്പോഴും ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. You know, in the year 1999, in the month of October, along with Lily Auntie and one of our prayer sister group, my wife and myself, we were traveling in a bus from Delhi to Pathankot. 1999 ഒക്ടോബർ മാസത്തിൽ ഞാനും എൻ്റെ ഭാര്യയും അതേപോലെ തന്നെ പ്രയർ ഗ്രൂപ്പിലെ സഹോദരിമാരും ലില്ലി ആൻറ്റിയും ഒന്നിച്ച് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ കട്ടറയ്ക്ക് പോകുവാനായിട്ട് We were going for a convention. ഞങ്ങൾ അവിടുത്തെ ഒരു കൺവെൻഷനായിട്ട് പോയതാണ്. It was an overnight bus trip and we were sitting in the bus. ഞങ്ങൾ രാത്രിയിൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. And maybe by 3:30 in the morning, our bus went and hit against a tractor trolley and our bus skidded off the road and turned 3 times. ആ യാത്രാമധ്യേ ഞങ്ങളുടെ ബസ് മറ്റൊരു ട്രക്കുമായിട്ട് ആക്സിഡന്റ് ഉണ്ടാകുകയും ഞങ്ങൾ ബസ് മറിയുവാനും ഇടയായി. The driver died on the spot. ഞങ്ങളുടെ ബസ്സിന്റെ ഡ്രൈവർ അതേ സമയം തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരണമടയുവാനിടയായി. Many people were injured.
ധാരാളം ആളുകൾക്ക് മുറിവേൽക്കാനിടയായി. But 4 of us were miraculously, we came out without even a scratch in our body. എന്നാൽ ഞങ്ങൾ 4 പേര് വളരെ അതിശയകരമായിട്ട് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. But later on we came to know the reason behind the accident was that the driver was not watchful. He did not pay much attention on the road, and because of his carelessness our bus went and hit the tractor trolley. ഞങ്ങൾ പിന്നീട് അറിയുവാനിടയായി ഞങ്ങളുടെ ബസ്സിൻ്റെ ഡ്രൈവർക്ക് ശ്രദ്ധിക്കാതെ വാഹനമോടിച്ച് അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഈ അപകടമുണ്ടായതെന്നും അദ്ദേഹം വേണ്ടതായ ശ്രദ്ധ കൊടുക്കാഞ്ഞതിനാലാണ് ഈ ട്രക്കുമായിട്ട് കൂട്ടിമുട്ടിയത് എന്നും ഞങ്ങൾക്ക് പിന്നീട് അറിയുവാനിടയായി. I'm sure if the driver was watchful, this accident would not have happened. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ഡ്രൈവർ ഒരു ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. So many times even in our spiritual life, because we are not watchful, because we are not careful, we fall into lot of troubles and defeats in our life. അതെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും നാം വേണ്ടത്ര ശ്രദ്ധിക്കാത്തതിനാൽ നമുക്കും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. As a Christian, we need to have a holy and disciplined life. നാം ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ അനുയായികളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധമായ ജീവിതത്തിന് നാം പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. Today I want to talk about 4 or 5 things where we got to be watchful in our life. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ 4-5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ പോകുന്നത്. Number 1, in 1 Peter chapter 5 verse 8, Peter says like this. നാം ഒന്നാമതായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത് 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. Peter says like this, be watchful because your enemy is looking on you like a roaring lion so that he may devour you. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. See, your enemy is behind you like a roaring lion looking for a chance to devour you. അത് നിങ്ങളുടെ ശത്രുവായ പിശാച് നിങ്ങൾക്ക് പിന്നിൽ അവൻ അലറുന്ന സിംഹം എന്ന പോലെ നിങ്ങളെ ചുറ്റി നടക്കുകയാണ്. He is not bothered about the common man who's walking on the street. അല്ലെ, നിരത്തിൽ കൂടെ പോകുന്ന ഒരു സാധാരണ മനുഷ്യനെ അവൻ നോക്കുന്നില്ല. No, but he is after the children of God who is a threat to his kingdom. സാത്താൻ എപ്പോഴും നോക്കുന്നത് അവന്റെ രാജ്യത്തിന് എതിരായി നിൽക്കുന്ന, അവന്റെ രാജ്യത്തിന് ഭീഷണിയായി തീരുന്ന ഒരു ദൈവപൈതലിനെയാണ്. And so we got to be very, very careful in our life. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. We need to have the word of God as the foundation of our life. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ആധാരമായിരിക്കണം. So number 1, we got to be watchful against the devil. ഒന്നാമതായിട്ട് നാം സാത്താനെ വളരെയധികം ശ്രദ്ധയോടെ നാം നോക്കേണ്ടത്. We should not give him an opportunity to attack us. നമ്മെ ആക്രമിക്കുവാനായിട്ട് അവന് യാതൊരു തരത്തിലുള്ള അവസരവും നാം കൊടുക്കേണ്ടതല്ല. We got to protect our spiritual integrity. നമ്മുടെ ആത്മീക നിലവാരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. And what happens if we do not do that? This enemy will destroy our life. നാം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശത്രുവായ പിശാച് നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുവാൻ ഇടയായിത്തീരും. You know, even Jesus, when he came out of fasting of 40 days and 40 nights, the enemy went to him to try him and to test him. നമുക്കറിയാം, 40 ദിവസം കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പരീക്ഷകനായ സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ചെല്ലുന്നതായി. So if Jesus could be tested by the devil, who are we? We are definitely going to be tested, and the devil is after us to devour us. യേശു കർത്താവ് പരീക്ഷയ്ക്ക് വിധേയനായെങ്കിൽ നാം ആരാണ്? നാമും പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാകുന്നു. But how can we win over this enemy? എന്നാൽ ഈ ശത്രുവിനെ നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയും? But by being watchful in our life. നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമുക്ക് ഇതിനെ ജയിക്കുവാനായിട്ട് സാധിക്കും. To get rid of ourselves from every bait that the Satan puts against us. ശത്രുവായ പിശാച് നമുക്കെതിരെ ഒരുക്കുന്ന പദ്ധതികളിൽ നിന്ന് നാം വേർപെടുന്നുവെങ്കിൽ നമുക്കിതിനെ ജയിക്കുവാൻ കഴിയും. The Satan came to Jesus with different offers.
പലതരത്തിലുള്ള ഓഫറുകളുമായിട്ടാണ് സാത്താൻ യേശു കർത്താവിന്റെ അടുത്തേക്ക് But വന്നത്. how did Jesus fight him? എന്നാൽ യേശു കർത്താവ് എങ്ങനെയാണ് അവനോട് നേരിട്ടത്? How did Jesus resist this devil or the plan of the enemy? ശത്രുവിന്റെ പദ്ധതികളോട്, ശത്രുവിനോട്, സാത്താനോട് എങ്ങനെയാണ് കർത്താവ് നേരിട്ടത്? He did not say, I am the Son of God, be watchful, get out of my life. ഞാൻ ദൈവപുത്രനാകുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോക എന്നല്ല യേശു പറഞ്ഞത്. He also did not say that, see, I'm coming out of 40 days of fasting, so be careful, I'm anointed right now, I'll burn you to ashes. ഈ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് നിന്നെ ഭസ്മമാക്കി കളയും എന്നല്ല യേശു കർത്താവ് No, പറഞ്ഞു. but what was the approach of our master? നമ്മുടെ കർത്താവിന്റെ സമീപനം എങ്ങനെയായിരുന്നു? Every time when the enemy came to try him, he fought him with the word of God. ഓരോ സമയത്തും സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുവാനായി വന്നപ്പോൾ കർത്താവ് ചെയ്തത് തന്റെ വചനം കൊണ്ട് പടവെട്ടുകയായിരുന്നു. He said, thus says the word of God. അത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, Thus says the word of God. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. You and I, how can we be watchful against the enemy? We need to have the word of God in our life. നമുക്ക് എങ്ങനെ ശത്രുവിനോട് നേരിടുവാൻ കഴിയും? അതെ, ദൈവത്തിന്റെ വചനം തന്നെയാണ് നമുക്കും ഉള്ള ആയുധം. The only way you can resist and defeat the enemy is by having the word of God in your life and by prayer. ശത്രുവിനെ പരാജയപ്പെടുത്തുവാനുള്ള നമ്മുടെ പക്കലുള്ള ഏക ആയുധം, ശക്തമായ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും ആണ്. The Bible says in Psalms 119 verse 11, Lord, I have kept your word in my heart so that I may not sin against you. നമ്മൾ 119 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ വായിക്കുന്നു, കർത്താവേ, നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനാൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നു എന്ന്. Today let me encourage you to meditate upon the word of God every day. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനായി ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. Memorize the verses from the Bible. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. And be watchful against this enemy who is trying to devour you with the word of God. നിങ്ങളെ തകർക്കുവാനായി വരുന്ന ശത്രുവിനെ ദൈവത്തിന്റെ വചനവുമായി നിന്ന് പോരാടുവാൻ ഞാൻ നിങ്ങളെ അഭിസംബോധന Let ചെയ്യുന്നു. me ask you one question. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. If Jesus needed the word of God to defeat the enemy, how much more you and I need the word of God in our life? സാത്താനെ തോൽപ്പിക്കുവാൻ കർത്താവിന് ദൈവത്തിന്റെ വചനം ആവശ്യമായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ വചനം എത്രമാത്രം ആവശ്യമാണ്? So in our daily life, when the enemy attacks us, when the enemy surrounds us with lot of problems and challenges in our life, let the word of God be our weapon and let us be watchful against this enemy and have our victory. നമ്മുടെ ശത്രുവായ പിശാച് ദൈനംദിന ജീവിതത്തിൽ നമ്മോട് എതിർക്കുവാനായി വരുമ്പോൾ നമുക്കും ദൈവത്തിന്റെ വചനമെന്ന ആയുധമെടുത്ത് നമുക്ക് അവനോട് പോരാടുവാൻ കഴിയട്ടെ. So number 1, let us be watchful against the enemy. ഒന്നാമതായിട്ട് ശത്രുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. Number 2, we got to be watchful after every victory in our life. നമ്മുടെ ഓരോ വിജയത്തിന്റെ ശേഷവും നാം വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും. Many times, what happens when we have a victory in our life, we have pride coming into our life and we become little proud and we start boasting ourselves. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഓരോ വിജയത്തിന് ശേഷവും നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ തന്നെ അഹങ്കാരവും അഹന്തയും കടന്നു വരികയും അത് മുഖാന്തരമായി ശത്രുവിനെ ജയിക്കാൻ കഴിയാതെയും വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. No, but if we want to be successful, if we want to be people who would be used by God, after every victory, let us humble ourselves in the presence of God and be ready for another victory. അതെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ നാം യഥാർത്ഥമായും ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴുകയും ഏതൊരു വിജയത്തിന് ശേഷവും ദൈവസന്നിധിയിൽ കർത്താവിന് സന്നിധിയിൽ നാം സമർപ്പിക്കുന്നുവെങ്കിൽ നാം പിന്നെയും ആ ജയത്തിൽ തുടരുവാനിടയാകും. God requires out of our life is that we got to be watchful after every victory in our life. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഓരോ വിജയത്തിന് ശേഷവും നാം ദൈവസന്നിധിയിൽ താണിരിക്കുവാനാണ്. If we do not prune and if we do not humble ourselves after every victory,
the devil will attack us and we will not be able to grow where we have to grow. ഓരോ വിജയത്തിന് ശേഷവും നാം ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ പഠിക്കുന്നില്ലെങ്കിൽ ശത്രുവായ പിശാച് നമ്മളെ പരീക്ഷിക്കുകയും നാം പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. In Judges chapter 16, we look into the life of Samson. നാം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ശിംശോന്റെ ജീവിതത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. Samson was called to be a man who would have victories after victories. ശിംശോന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ വിജയത്തിന് നേരെ ഒന്നിനു പിറകെ ഒന്നായി വിജയങ്ങൾ നേടിയ ഒരു മനുഷ്യനായിരുന്നു. He was a man who was ordained as one man army. അതെ, ഒരു ഏകാന്ത പോരാളിയായിട്ട് യുദ്ധം ചെയ്ത ഒരു മനുഷ്യനാണ് ശിംശോൻ എന്ന് പറയുന്നത്. God had a very specific plan and a purpose out of the life of Samson. ശിംശോന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. But what happened? എന്നാൽ എന്താണ് സംഭവിച്ചത്? After a victory, he went and slept in the wrong place. എന്നാൽ അവന്റെ ഒരു വിജയത്തിന് ശേഷം അവൻ തെറ്റായ സ്ഥലത്തേക്ക് പോകുവാനിടയായി. He was not watchful about his life. അവന്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ശ്രദ്ധാലുവായിരുന്നില്ല. He gave himself to the weakness that he had in his life. അവന്റെ ജീവിതത്തിലുള്ള ബലഹീനതയ്ക്ക് അവൻ അടിമപ്പെട്ടു പോയി. And because he was not watchful and because he committed himself to the weakness of his life, what happened? He was defeated. അവന്റെ ജീവിതത്തിൽ അവന് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയാത്തതിനാൽ അവന് ജീവിതത്തിൽ പരാജയം നേരിടുവാനിടയായി. Many times, my brothers and sisters, we become so joyful, we celebrate so much our victory that we are not watchful and we give in to our weakness and the devil stops our further success in our life. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു വിജയത്തിന് ശേഷം നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ കഴിയാത്തതിനാൽ പിശാചിന്റെ പരീക്ഷകളിൽ അകപ്പെടുകയും നാം പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. Let us look into the life of Jesus Christ. നമുക്ക് യേശു കർത്താവിന്റെ ജീവിതം ഒന്ന് പരിശോധിക്കാം. When you read all the 4 gospels, നാം 4 സുവിശേഷങ്ങളും പരിശോധിക്കുമ്പോൾ we can keenly observe that Jesus Christ, after every victory, rather than celebrating the victory, he humbled himself in the presence of his Father. 4 സുവിശേഷങ്ങളും നാം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം പ്രത്യേകം കാണുവാൻ കഴിയും. ഓരോ അത്ഭുതത്തിനു ശേഷവും ഓരോ വിടുതലിന് ശേഷവും യേശു കർത്താവ് ആ വിജയം ആഘോഷിക്കുന്നതിന് പകരമായിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതായിട്ട്. Oh, if I was in place of Jesus, I'm telling you, I would have celebrated my victories. ആ യേശു കർത്താവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ ഓരോ വിജയവും ഞാൻ ആഘോഷമാക്കിയേനെ. Oh, but my Jesus is teaching me, no, after a victory it is not time to celebrate, but it is time to humble yourself and get ready for a bigger victory. എന്നാൽ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, ഓരോ വിജയത്തിന് ശേഷവും നാം അത് ആഘോഷിക്കുന്നതിന് പകരമായിട്ട് ദൈവസന്നിധിയിൽ താഴുവാനിടയാവുകയാണെങ്കിൽ, നാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനിടയാവുകയാണെങ്കിൽ നമുക്ക് അതിലും വലിയ വിജയം പിന്നെയും ദൈവം നൽകുവാനിടയാകും. Celebrating the victories will limit you, but being watchful and humble in the presence of God after victories will make you a person to receive bigger victories in your life. അതെ, ആ വിജയങ്ങൾ ആഘോഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ വിജയങ്ങൾ ആഘോഷിക്കുന്നതിന് പകരമായി ദൈവസന്നിധിയിൽ താഴ്ത്തുവാനിടയാകുമെങ്കിൽ നമുക്ക് പിന്നെയും അതിൽ തുടരുവാനും അടുത്ത വിജയങ്ങൾ നേടുവാനും ഇടയായിത്തീരും. In Gospel of Mark chapter 1 we read like this. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Jesus was in the town of Capernaum. യേശു കർത്താവ് കഫർനഹൂം പട്ടണത്തിലായിരുന്നു. He ministered to the people the whole day and the whole evening. പകൽ മുഴുവനും യേശു കർത്താവ് അവരെ ശുശ്രൂഷിക്കുകയായിരുന്നു. Everyone that came to Jesus, Jesus healed and delivered them. അവിടെ യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്ന രോഗികളെ ഒക്കെയും യേശു കർത്താവ് സൗഖ്യമാക്കി. Oh, what a victory! എന്തൊരു വലിയ വിജയമാണ്. Jesus should have celebrated that. അതെ, തീർച്ചയായും ആഘോഷിക്കേണ്ടതാണ്. But what did Jesus do? എന്നാൽ യേശു കർത്താവ് എന്താണ് ചെയ്തത്? Even before anybody else rose up, Jesus went to a lonely place to pray. എന്നാൽ നാം അവിടെ കാണുന്നു, എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നമേ യേശു കർത്താവ് പ്രാർത്ഥനയ്ക്കായി മലയിലേക്ക് പോയി. What is Jesus teaching us? ഇവിടെ യേശു കർത്താവ് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? Be watchful after your victories. നിങ്ങളുടെ വിജയത്തിന് ശേഷവും നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ്. If you are watchful and humble, God will use you for greater victories in your life. അത് നിങ്ങൾ അങ്ങനെയാകുന്നുവെങ്കിൽ നിങ്ങൾ വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ പോകും. After feeding 5,000 men with 5 bread and 2 fish, 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം
പേർക്ക് ഭക്ഷണം നൽകിയ ശേഷം അവരെ പോഷിപ്പിച്ച ശേഷം Jesus did not celebrate that great event. ആ വലിയ ആ സംഭവത്തെ കർത്താവ് ആഘോഷിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. But he sent his disciples to the other side. എന്നാൽ തന്റെ ശിഷ്യന്മാരെ അക്കരയിലേക്ക് അയച്ചു. And what did Jesus do? യേശു കർത്താവ് എന്താണ് He went to a lonely place and humbled himself in the presence of his Father. അവൻ തനിച്ച് മലയിലേക്ക് കയറിപ്പോയി പിതാവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചു. What is our Savior, our Master teaching us? എന്താണ് നമ്മുടെ ഗുരുവായ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? After every victory, be watchful and be humble in the presence of God, and you will see greater victories in your life. അതേ, കർത്താവിന്റെ സന്നിധിയിൽ ഓരോ വിജയത്തിന് ശേഷവും നാം താണിരിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമുക്ക് ജയത്തിനുമേ ജയം നൽകുവാൻ So കഴിയും. let us be watchful after every victory in our life. അതുകൊണ്ട് നാം ഓരോ വിജയത്തിന് ശേഷവും നാം വളരെ Let us ശ്രദ്ധാലുക്കളാകുക. not be people who will celebrate and who will be boastful and prideful about the victories that we have, but after every victory, let us say, Lord, thank you for using me. Here I am in your presence. ഓരോ വിജയത്തിന് ശേഷവും അഹന്തയും അഹങ്കാരവുമുള്ള വ്യക്തികളായി തീരാതെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്നുവെങ്കിൽ തുടർന്നും നമുക്ക് ജയം നൽകുവാൻ അവിടുന്ന് ശക്തനാണ്. Number 3. മൂന്നാമതായിട്ട് Let us be watchful and be praying for one another. അതേ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം. Ephesians chapter 6 verse 18 says like this. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ നാം ഇങ്ങനെ വായിക്കുന്നു. Be watchful and be praying for one another. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. What are we expected to do? എന്ത് ചെയ്യാനാണ് നാം നിന്ന് We ആഗ്രഹിക്കുന്നത്? got to be watchful and pray for one another. അതെ, നാം പരസ്പരം തമ്മിൽ പ്രാർത്ഥനയിൽ വഹിക്കാം. Pray for people who are toiling hard in the ministry. ദൈവസന്നിധിയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് Pray പ്രാർത്ഥിക്കാം. for people who are struggling in their Christian life. ക്രിസ്തീയ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവരെ ഓർത്ത് നമുക്ക് It is പ്രാർത്ഥിക്കാം. our duty to pray for one another. അതെ, നാം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ കടമയാണ്. God is expecting us to be watchful and covering each other in prayer. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ നാം വഹിക്കണമെന്ന്. I'll tell you a real story. ഞാൻ നിങ്ങളുടെ യഥാർത്ഥ സംഭവം പറയട്ടെ. There was a girl who came to Jesus. കർത്താവിന്റെ വചനത്തിലേക്ക്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നു. God gave me the honor to lead her to Jesus Christ. അവളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് She was young, about 21-22-year-old. 21-22 വയസ്സ് പ്രായം മാത്രമുള്ള പെൺകുട്ടി. But one day at the middle of the night, maybe 2 o'clock in the morning, the Holy Spirit woke me up and told me to pray for her. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ അവൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിക്കും. I was very tired and I wanted to sleep. So I said, God, I'll get up in the morning and I will pray. And it was very cold that night, so I didn't want to come out of my bed. ആ ദിവസം എനിക്ക് വളരെയധികം ക്ഷീണമുണ്ടായിരുന്നു. അന്ന് ഭയങ്കരമായ തണുപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ രാവിലെ പ്രാർത്ഥിച്ചോളാമെന്ന് കർത്താവിനോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. Maybe after 15 minutes again I heard the voice and said, Shaji, wake up and pray for that girl. എന്നാൽ വീണ്ടും 15 മിനിറ്റുകൾക്ക് ശേഷം ദൈവത്തിന്റെ ആത്മാവ് എന്നെ തട്ടി ഉണർത്തുകയും ഷാജി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് എന്നോട് വീണ്ടും പറയുവാനിടയായി. I got on my knees and I started praying for her. ഞാൻ ആ സമയം എഴുന്നേറ്റ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. I don't know, I prayed for her for long time, and then I had a peace in my heart, and then I went back to bed again. ഞാൻ കുറെ നേരം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ സമാധാനത്തോടെ ഞാൻ പോയി കിടന്നു. Morning 7 o'clock, somebody knocks my door. രാവിലെ 7 മണിയായപ്പോൾ ആരോ എന്റെ വാതിൽ മുട്ടി. I see this young girl there. ഞാൻ അവിടെ ഈ പെൺകുട്ടിയെ കാണുവാനിടയായി. She comes in. അവൾ അകത്തേക്ക് വന്നു. And she shares a story. She starts crying. അവളുടെ ആ അനുഭവം പറയുന്ന സമയത്ത് അവൾ കരയുന്നുണ്ടായിരുന്നു. And she said to me like this. അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, Pastor, last night at 2:30 I wanted to commit suicide. പാസ്റ്റർ, കഴിഞ്ഞ രാത്രിയിൽ 2:30 ആയപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള വലിയ I was പ്രേരണയുണ്ടായി. going through so much of mess in my life, and I just thought that I need to end my life. എന്റെ ജീവിതം വളരെ കുഴഞ്ഞുമറിഞ്ഞ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുകയാണ്. അതുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ഞാൻ കരുതി. At 2:30 in the morning I went to my cupboard to take out sleeping pills, to eat them and to die.
രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്ക ഗുളികകൾ എടുത്ത് കഴിച്ചിട്ട് മരിക്കുവാനായിട്ട് തീരുമാനിച്ചു. But instead of getting the sleeping pills in my hand, I got the Jesus movie in my hand and I started watching it. കഴിഞ്ഞ രാത്രിയിൽ ഉറക്ക ഗുളികകൾ അന്വേഷിച്ച് ഞാൻ അലമാരി തുറന്നപ്പോൾ എനിക്ക് ലഭിച്ചത് യേശു കർത്താവിന്റെ ജീവിതം പറയുന്ന സിനിമയുടെ CD-യാണ് ലഭിച്ചത്. I started watching it. ഞാനത് കാണുവാനായിട്ട് തുടങ്ങി. And I forgot about committing suicide. ഞാൻ ആ സമയം ആത്മഹത്യ ചെയ്യണമെന്നുള്ള എന്റെ ചിന്ത എന്നെ വിട്ടു. I knelt down in the presence of Jesus. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ And I recommitted myself. ഞാൻ എന്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു. And as she was sharing this with me, ഈ സംഭവം അവൾ വിവരിക്കുന്ന സമയത്ത് tears started coming down my cheeks. എന്റെ കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. And I said, Holy Spirit, I thank you so much that you asked me to pray for her. പരിശുദ്ധാത്മാവേ, ഞാൻ നന്ദി പറയുന്നു, കാരണം കഴിഞ്ഞ രാത്രിയിൽ നീ എന്നെ അവിടുന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. My friends, എന്റെ പ്രിയ സ്നേഹിതരെ, if I was not watchful that night, ഞാൻ ആ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിരുന്നില്ല, if I would not have prayed for her, ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ I would not have തയ്യാറായിരുന്നില്ല, been sitting and talking with her, but I would have prepared myself to go for her funeral. ഒരു പക്ഷേ അവളുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് പോകേണ്ടി വന്നേനെ. So what I'm trying to say, let us be people who will be watchful and we will pray for one another. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി. Let us pray for our friends. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് Let's പ്രാർത്ഥിക്കാം. pray for our relatives. നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray for people who are working hard in the mission field. സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray for missionaries who are working in different parts of the country. അതെ, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് Let's പ്രാർത്ഥിക്കാം. pray for those who are being persecuted. അതെ, കർത്താവിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. These are the hours, these are the days when God is encouraging and calling us to be watchful and to pray for one another. അതെ, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുവാൻ ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ So ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. number one, let us be people who will be watchful against the enemy. ശത്രുവിനെതിരെ നാം ഉണർന്നിരിക്കണമെന്ന് ഒന്നാമതായി പറയും. Number two, let us be people who will be watchful after every victory in our life. നമ്മുടെ ജീവിതത്തിലെ ഓരോ വിജയത്തിന് ശേഷവും നാം ജാഗരൂകരായിരിക്കണമെന്ന് രണ്ടാമത് പറയും. Number three, let us be watchful and let us pray for one another. അതെ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതിൽ നാം ഉറ്റിരിക്കണമെന്ന് മൂന്നാമതായി പറയുന്നു. Number four, നാലാമതായിട്ട് let us be people who will be watchful about the second coming of Jesus Christ. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. Gospel of Matthew chapter 24 verse 33 onwards talks about it. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിനും 31-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. When we read 33 onwards, we read about the second coming of Jesus Christ. അതിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു. And verse 42 says like this. അതിന്റെ 42-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Oh, that he would be coming. അതെ, യേശു കർത്താവ് വീണ്ടും വരുന്നു. It says like this in chapter 24 verse 42. അതിന്റെ 24 മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. It says, watch therefore, for you do not know what hour your Lord is coming. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. So we need to be watchful about the second coming of Jesus Christ. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നാം ജാഗരൂകരായിരിക്കണം. Nobody knows the hour, nobody knows the time. ആർക്കും അതിന്റെ സമയമോ കാലമോ അറിയുകയില്ല. But the Bible very clearly says when he comes, two would be working together, one will be taken up, one will be left behind. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, രണ്ടുപേർ അധ്വാനിക്കുകയാണ്, വയലിൽ വേല ചെയ്യുകയാണെങ്കിൽ ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. Two will be sleeping together, one will be taken, one will be left behind. അത് രണ്ടുപേർ ഒരു കിടക്കയിൽ ഉറങ്ങുകയാണെങ്കിൽ ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. Who is that person who will be taken up? എടുക്കപ്പെടുന്ന വ്യക്തി ആരായിരിക്കും? I don't know about you, but I know that I will be taken up. നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, മറ്റൊരാളെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാം എന്നെ കർത്താവ് വീണ്ടും ചേർക്കുവാനായിട്ട് But വരും. if we are watchful in our spiritual life, definitely when the trumpet will sound, when my King of Kings will come, I will be taken with him in glory.
നമ്മുടെ ജീവിതം നാം സൂക്ഷിക്കുകയാണെങ്കിൽ കർത്താവ് വീണ്ടും വരുമ്പോൾ കാഹളത്തിന്റെ നാദം ധ്വനിക്കുമ്പോൾ നാം കർത്താവിനോടൊപ്പം എടുക്കപ്പെടും എന്നുള്ളത് Let us be watchful. അതേ നമുക്ക് ഉണർന്നിരിക്കാം. Let us be watchful and wait for the second coming of the Lord. അതേ നാം ഉണർന്നിരുന്നു കൊണ്ട് കർത്താവിന്റെ വീണ്ടും വരവിനായി നമുക്ക് കാത്തിരിക്കാം. Let us not be the second person who will be sleeping but will not go with Jesus in glory. അതേ ആ എടുക്കപ്പെടാത്ത രണ്ടാമത്തെ വ്യക്തിയെ പോലെ ആയിത്തീരാതെ നമുക്കിരിക്കാം. But let it be our prayer, Lord, make me watchful, make me vigilant, so that I will hear your second coming and I will be taken into glory with you, Lord. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ എടുക്കപ്പെടാത്ത വ്യക്തിയെ പോലെയല്ല കർത്താവേ, നീ എന്നെയും എടുക്കുമാറാകണമേ, എന്നെയും ചേർക്കുമാറാകണമേ നിന്റെ രണ്ടാമത്തെ വരമെങ്കിൽ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ Are you watchful about the second coming of the Lord? കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരാണോ? My question is, are you prepared about the second coming of the Lord? നിങ്ങൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണോ? What if he comes next hour? അടുത്ത നിമിഷം, അടുത്ത മണിക്കൂറിൽ കർത്താവ് വന്നാൽ നിങ്ങൾ What if he comes tomorrow? ഒരുപക്ഷേ നാളെ വന്നാൽ എന്ത് ചെയ്യും? Are you ready and watchful? നിങ്ങൾ തയ്യാറാണോ? അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? If you are not, this is the time, this is the hour for us to come into the presence of God and say, Lord, here I am going to be watchful about your coming, Lord. ഒരുപക്ഷേ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇതാകുന്നു സമയം. കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാം, കർത്താവേ, ഞാൻ ഇതാ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. I'm sure you don't want to miss out. നിങ്ങൾക്കത് നഷ്ടമാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Oh, I'm praying that we all will be watchful, and when the trumpet will sound, we will be taken up with him. അതേ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുക്കമുള്ളവരായിരിക്കാം, ജാഗരൂകരായിരിക്കാം. കർത്താവിന്റെ ആ കാഹളനാദം ധ്വനിക്കുമ്പോൾ അവനോടൊപ്പം എടുക്കപ്പെടാം. Let us be watchful spiritually in our life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ജാഗരൂകരായിരിക്കാം. Let us be holy people. നാം വിശുദ്ധരായിരിക്കാം. Let us be people who will live the way pleases God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നവരായിരിക്കാം. Oh, let us be people who will be ready every minute in our life. ഓരോ നിമിഷവും ഓരോ മിനിറ്റും ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായിരിക്കാം. Finally, let us be watchful in our life that we will not enter into any temptation. അതേ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാനായി ജാഗരൂകരായിരിക്കാം. Mark chapter 14 verse 38 talks about it. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. Mark chapter 14 verse 38 talks about it. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Watch and pray that you may not enter into temptation. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. We need to be watchful and pray that we will not fall into temptation. നാം പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. How this can happen? ഇതെങ്ങനെ സംഭവിക്കും? How can we save ourselves from temptations? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും? How we can get ourselves out of the temptations? പരീക്ഷയിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി നിൽക്കുവാനായിട്ട്? Not by our strength, നമ്മുടെ ശക്തി കൊണ്ടല്ല, not by our education, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, not by our abilities, നമ്മുടെ കഴിവ് കൊണ്ടല്ല, but only through prayerful life. നമ്മുടെ പ്രാർത്ഥന ജീവിതം കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. We got to be watchful and prayerful so that we may not enter into temptation. അതെ, നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് പരീക്ഷയിൽ അകപ്പെടുവാൻ. My friends, I want to encourage you today. എന്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയും, let us be watchful and praying people. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. The devil is always on the hunt. അതേ, പിശാച് നമ്മെ ആക്രമിക്കുവാനായിട്ട് വരികയാണ്. He is looking for people to be devoured. ദൈവസന്നിധിയിൽ അവനോട് എതിരിട്ട് നിൽക്കുന്ന വ്യക്തികളെ അവൻ നോക്കും. But today let us make a decision. No, I am not going to be a trap. I am not going to be into the bait of the Satan, but I am going to be watchful in my life. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. ഞാൻ പിശാചിന്റെ കെണിയിൽ അകപ്പെടുകയില്ല, അവന്റെ പരീക്ഷയിൽ ഞാൻ വീഴുകയില്ല. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്ന് കർത്താവിനായി കാത്തിരിക്കും. If I am watchful, my God will give me victories. ഞാൻ ദൈവസന്നിധിയിൽ ജാഗരൂകരായിരിക്കുന്നുവെങ്കിൽ വിജയം കർത്താവ് നൽകും. We see so many Christian leaders, we see so many believers falling into the trap of the enemy. But let it be our prayer, God will protect every one of us and we will be watchful and we will lead a life that will please the living God. അതെ, ഈ സമയം വല്ലാത്ത സമയമാകുന്നു. അനേകം ദൈവദാസന്മാർ, അനേകം ദൈവമക്കൾ വീണുപോയ ഒരു മേഖലയാകുന്നു ഇത്. എന്നാൽ ഈ സമയങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ജാഗരൂകരായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിലൂടെ കർത്താവ് നമുക്ക് ജയം നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. I'm going to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി. Are you going to be watchful?
നാം ജാഗരൂകരായിരിക്കും. Are you going to make a commitment today? ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുവാൻ Are കഴിയും. you going to make a commitment to Jesus and say, Lord, I am going to be watchful in my life? അതേ കർത്താവെ, ഞാൻ ഉണർന്നിരിക്കുവാൻ ജാഗരൂകരായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പറയുവാൻ I'm കഴിയും. not going to give the devil an opportunity. അതേ പിശാചിന് ഞാൻ അവസരം കൊടുക്കുകയില്ല. I'm not going to be proudful or boastful after my victories. എന്റെ വിജയങ്ങൾക്ക് ശേഷം, എനിക്ക് വിടുതലിന് ശേഷം ഞാൻ ഒരു അഹങ്കാരിയായി അഹന്തയോടെ ഞാൻ ആയിരിക്കുകയില്ല. I'm going to be watchful and I'm going to be praying for others. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോകും. I'm going to be watchful and I'm going to prepare myself for your second coming. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. And I am going to be watchful and I'm going to pray that God will protect me from every temptation. എല്ലാ പരീക്ഷകളിൽ നിന്നും കർത്താവ് എന്നെ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കും. Friends, victory belongs to us. അതേ വിജയം നമുക്ക് അടുത്താണ്. If Jesus is with us, who can be against us? അതേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആര് നമുക്കെതിരായി The നിൽക്കും? devil cannot touch you, the Satan cannot look at you because you are covered by the blood of Jesus Christ. സാത്താന് നിങ്ങളെ തൊടുവാൻ കഴിയില്ല, അവന് നിങ്ങളെ നോക്കുവാൻ കഴിയില്ല. കാരണം നിങ്ങൾ യേശു കർത്താവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാണ്. Father, in the name of Jesus Christ, we come to that throne of grace. പിതാവേ, നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾ വന്നിരിക്കുന്നു. Lord, give us the strength to be watchful, Lord. അതേ കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉണർന്നിരിക്കുവാൻ ജാഗരൂകരായിരിക്കുവാൻ ഞങ്ങളെ And ശക്തിപ്പെടുത്തണമേ. help us to lead a strong and disciplined Christian life. വളരെ ശക്തമായ രീതിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Help us to be holy, Lord. അതേ കർത്താവെ, വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, let the enemy not have a chance over our life. ഞങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് യാതൊരു അവകാശവും ജയവും നൽകരുതേ എന്ന് But പ്രാർത്ഥിക്കുന്നു. give us victories, Lord. അതേ കർത്താവെ, ഞങ്ങൾക്ക് വിജയം നൽകണമേ. Bless my brothers and sisters. എന്റെ സഹോദരി സഹോദരന്മാർക്ക് അനുഗ്രഹത്തെ നൽകുമാറാകണമേ. Let them grow spiritually. അവര് ആത്മീയമായി വളരട്ടെ. Let them be blessed in every walk of their life. അവരുടെ ജീവിതത്തിന്റെ ഓരോ തുറകളിലും അവർ വിജയികളാകട്ടെ. In Jesus' name we pray. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. Amen and amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you for the time that you gave us. നിങ്ങൾ ഈ സമയം ചെലവഴിച്ചതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Request your prayers for our ministry in North India. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു. See you next week again. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.